ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തരത്തിലുള്ള LED ബൾബുകൾ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഞാനിവിടെ കംപ്ലൈൻറ്റ് ആയിട്ടുള്ള 2 LED ബൾബുകളാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു ഹോൾഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബൾബും കംപ്ലൈൻറ്റ് ആയതാണ്. അപ്പോൾ അതിലൊരു ബൾബ് ഞാനിവിടെ തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ തുറക്കുന്ന സമയത്ത് അത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലൊരു പ്ലെയറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പി കഷ്ണമൊക്കെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഇളക്കിയെടുക്കാം. ഇതുപോലൊരു ഗം ഇട്ടിട്ടായിരിക്കും അത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതിനുശേഷം ആ ഒരു രണ്ടാമത്തെ ബൾബ് കൂടി നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ തന്നെ നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 2 ബൾബുകളും കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ ഹോൾഡറിലിട്ട് ഓണാക്കുന്ന സമയത്ത് ഇത് കത്താത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തെ LED ബൾബുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ബോർഡുകളോ കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഈ ഒരു ബൾബ് കത്താതെ വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബൾബ് പ്രകാശിക്കുന്നില്ല. അപ്പോൾ ഇതിലെ LED ബൾബുകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ബോർഡിനോ ഇതിൻ്റെ അകത്തുള്ള ഒരു ഡ്രൈവർ ബോർഡിനോ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇത് കത്താതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് LED ബൾബ് കംപ്ലൈൻ്റ് ആയതാണോ എന്ന് അറിയാനായിട്ട് ഇത്തരത്തിലൊരു വയറിൻ്റെ പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ ബൾബുകളെയും ഷോർട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലൈൻ്റ് ആയ ബൾബ് ഷോർട്ട് ചെയ്യുമ്പോൾ മറ്റ് ബൾബുകൾ പ്രകാശിക്കും. അപ്പോൾ ഈ ഒരു ബൾബിനാണ് ഇവിടെ കംപ്ലൈൻ്റ് ഉള്ളത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വീഡിയോ കാണുന്ന കൊച്ചുകുട്ടികൾ ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ മുതിർന്നവർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കൈ ഈ ഒരു ബോർഡിനകത്തേക്ക് ടച്ച് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും കൈ ഇതിൻ്റെ അകത്തേക്ക് ടച്ച് ചെയ്യരുത്. ഇതുപോലെ വയർ വെച്ചിട്ട് മാത്രമേ ടച്ച് ചെയ്ത് നോക്കാവൂ. അപ്പോൾ ഈ ഒരു ബൾബിനാണ് ഇവിടെ കംപ്ലൈൻ്റ് ഉള്ളത്. മറ്റ് ബൾബുകളെല്ലാം പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൾബിനെ നമുക്ക് ഇളക്കി കളഞ്ഞിട്ട് അവിടെ ഒന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കി LED ബൾബുകൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മളിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് ബൾബുകളിലേക്ക് ലോഡ് കൂടുതലായിട്ട് ബൾബ് അധികം നാൾ പോകാതെ തന്നെ അത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രൈവർ ബോർഡിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് കാണണമെന്ന് താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഷോർട്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള മെത്തേഡ് മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തെ ബൾബ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബൾബുകളൊന്നും പ്രകാശിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡ്രൈവർ ബോർഡിനായിരിക്കാം കംപ്ലൈൻ്റ് ഉള്ളത്. അതായത് ഇതിൻ്റെ അകത്തുള്ള ആ ബോർഡിൽ നിന്ന് സപ്ലൈ ഇവിടേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ബൾബ് കത്താതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൾബിനെ ഇളക്കിയിട്ട് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കൈവശം ഇതുപോലെ ഒന്നിലധികം കംപ്ലൈൻ്റ് ആയിട്ടുള്ള LED ബൾബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിട്ടും ഈ ബൾബുകളൊന്നും പ്രകാശിക്കുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു ഡ്രൈവർ ബോർഡിനാണ് കംപ്ലൈൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ആ ഒരു LED പാനലിനെ ഇളക്കിയിട്ട് നമുക്ക് ആ ഒരു രണ്ടാമത്തെ ആ ഒരു ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴേക്കും ഇത് ഒരുപാട് നാളത്തേക്ക് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ LED ബൾബുകളൊന്നും ഷോർട്ട് ചെയ്തിട്ടല്ല ഉപയോഗിക്കുന്നത്. ആ ഒരു ഡ്രൈവർ ബോർഡിനെ ഇളക്കിയെടുത്തിട്ട് രണ്ടാമത്തെ ആ ഒരു ബോർഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഒരുപാട് നാൾ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല നിങ്ങളുടെ കൈവശം ഒരു ബൾബ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബൾബിനെ നമ്മൾ എടുക്കുകയാണ്. അതായത് ആ ഒരു LED പാനലിനെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ 2 സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരു ഹീറ്റ് സിങ്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു പാനൽ ബോർഡ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് മുമ്പിട്ടായിട്ട് അതിനകത്ത് 2 വയർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വയർ കൂടി ഇളക്കി വിട്ടാൽ മാത്രമേ ആ ഒരു LED പാനലിനെ നമുക്ക് അവിടെ നിന്നും ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നീ സോൾഡറിങ് അയൺ ഇതുപോലെ ചൂടാക്കിയിട്ട് നമുക്ക് അത് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഞാനിത് ഇളക്കുന്നത്. അപ്പോൾ സോൾഡറിങ് അയൺ നല്ല രീതിയിൽ ചൂടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കത്രിക യൂസ് ചെയ്തിട്ട് ആ ഒരു വയറിനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ ഞാനിവിടെ അയണ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കത്രിക ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൈവശം ഇതുപോലെ ഒരു ചെറിയ കത്രികയൊക്കെ കാണും. നമുക്ക് സോൾഡറിങ് അയൺ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും വളരെയധികം എളുപ്പമാകുന്നത്. അപ്പോൾ സോൾഡറിങ് അയൺ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അത് കൂടുതൽ ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അറിഞ്ഞൂടാത്തവരാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു LED പാനലിനാണ് കംപ്ലൈൻ്റ് ഉള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ മാറ്റിയിട്ട് ആ ഒരു പുതിയ കംപ്ലൈൻ്റ് ഇല്ലാത്ത പാനൽ നമ്മൾ ആദ്യത്തെ ആ ഒരു ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും. കാരണം എല്ലാം ഒരേ അളവിലായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് വയറിൻ്റെ സ്ലീവ് കൂടി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പാനൽ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലൊക്കെ ചെറിയൊരു അയണൊക്കെ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 100-110 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അയണൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള LED ബൾബുകൾ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് വെറുതെ 70-80 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാം. ഒന്നുകിൽ അതിൻ്റെ ഡ്രൈവർ ബോർഡ്
ആയിരിക്കും കംപ്ലയിൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ LED പാനലായിരിക്കും കംപ്ലയിൻറ്റ്. അപ്പോൾ ഡ്രൈവർ ബോർഡ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ റെഡിയാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങൾ കമൻറ്റിലൂടെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. പക്ഷേ അത് സാധാരണയായിട്ട് എല്ലാവർക്കും ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതുപോലെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പാനലിനെ ഇളക്കിയെടുത്തിട്ട് രണ്ടാമത്തെ ബോർഡിലേക്ക് വെച്ചിട്ട് ആ ഒരു വയറും കാര്യങ്ങളൊക്കെ അതിനകത്തൊരു നെഗറ്റീവും പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. അത് മാറിപ്പോവാതെ തന്നെ പോസിറ്റീവിലേക്ക്, അതായത് പ്ലസ് ഐക്കണിലേക്കാണ് ചുവന്ന വയർ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, മൈനസ് ഐക്കണിലേക്ക് കറുത്ത വയറാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അയണൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു വയറിനെ അവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ കൈവശം ഇതുപോലെ LED ബൾബുകൾ ഉണ്ടെങ്കിൽ, അതായത് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കുന്ന ബൾബുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ശരിയാക്കിയിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റീവ് പോളും കൂടി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റീവ് ടെർമിനലിനെ ഒട്ടിച്ചിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തായി പോകാതിരിക്കാനായിട്ട് കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം അയണിൻ്റെ വയർ ഊരിയിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു ഹോൾഡറിൻ്റെ വയർ കണക്ട് ചെയ്തിട്ട് ആ ബൾബൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു റെഡിയാക്കിയ ആ ഒരു LED ബൾബൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനേക്ക് നമ്മൾ ഹോൾഡറിലേക്ക് ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബൾബ് ഇവിടെ വർക്കാവുന്നുണ്ട്. ഉറപ്പായിട്ട് തന്നെ വർക്കാവും. മറ്റ് കംപ്ലയിൻറ്റുകളൊന്നുമില്ല. ഈ ഒരു ബൾബ് നമുക്ക് കുറേ നാളത്തേക്ക് കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാറൻറ്റി പീരീഡിന് മുമ്പിട്ടേ കംപ്ലയിൻ്റ് ആവുന്ന ബൾബുകളാണെന്നുണ്ടെങ്കിൽ, വാറൻറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് കിട്ടും. വാറൻറ്റി കഴിഞ്ഞ ബൾബുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇത് റെഡിയാക്കിയിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ LED ബൾബ് ഇവിടെ കറക്റ്റായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അതിനുശേഷം ക്യാപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ ഓണാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.